നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് ഡിവൈൻ ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് നൽകാൻ പോകുന്ന ഗൈഡൻസ് എന്താണെന്നും ഇന്നത്തെ കറൻറ്റ് സമയം, ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണെന്നുള്ളത്, അതായത് നിങ്ങളുടെ കറൻറ്റ് സമയം എന്താണെന്നും ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും എല്ലാം കണക്റ്റ് ചെയ്താണ് നമ്മൾ യൂണിവേഴ്സൽ മെസ്സേജ് എടുക്കുന്നത്. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടൊരു റീഡിങ്സ് ലഭിക്കാൻ നിങ്ങളുടെ പ്രസൻസ് ഉണ്ടായാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിൽ നിന്നും പോസിറ്റീവ് ആകുന്ന കാര്യങ്ങൾ വന്ന് ചേരുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതുപോലെ എല്ലാ റീഡിങ്സിലും ഞാൻ പറയാറുള്ളത് പോലെ അഫർമേഷൻസ് എഴുതുക കേട്ടോ. തീർച്ചയായിട്ടും അഫർമേഷൻസ് എഴുതണം. നിങ്ങളുടെ സ്വപ്നം എന്താണോ, നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം സാമ്പത്തിക ഭദ്രത വേണം, ഒരു മാസം എത്രത്തോളം ഫിനാൻസ് ഏൺ ചെയ്യണം, ബിസിനസ് സ്ഥാപനത്തിൽ ഒരു ദിവസം നിങ്ങൾക്ക് എത്ര രൂപ വേണം, നിങ്ങളോടൊപ്പം സഹകരിച്ചു പോകുന്ന വ്യക്തി ബന്ധങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, കരിയർ മേഖലകളിൽ നിങ്ങൾക്ക് വരേണ്ട മാറ്റങ്ങൾ, അതുപോലെ തന്നെ ജീവിതത്തിലേക്ക് നിങ്ങൾ തടസ്സമായിട്ട് ബ്ലോക്കായിട്ട് നിൽക്കുന്ന എന്ത് കാര്യമാണേലും ആ ഒരു ബ്ലോക്ക് മറികടന്നു പോകാനും ഒക്കെ നിങ്ങൾക്ക് ഈ അഫർമേഷൻസ് 100% ഉപകാരപ്പെടും. അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ലൈഫിലേക്കും നിങ്ങളോടൊപ്പം ജീവിക്കുന്ന നിങ്ങളുടെ പാർട്ട്ണറുടെ ലൈഫിലും മറ്റു ബന്ധങ്ങളിലുമെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് പോകാൻ കേട്ടോ. അതായത് സമാധാനവും സ്വസ്ഥതയുമാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത്, സാമ്പത്തികത്തിനോടൊപ്പം തന്നെ. അപ്പോൾ എന്താണ്, ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ, നിങ്ങളുടെ സ്വപ്നങ്ങളിലൂടെ നിങ്ങൾക്ക് ജീവിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾ അഫർമേഷൻസ് ഉപയോഗിക്കുക. പ്രപഞ്ചശക്തിയിൽ പരിപൂർണമായി ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കറൻറ്റ്ലി നിങ്ങളിപ്പോൾ ആ ഒരു കാര്യം, നിങ്ങൾ എന്താണോ മനസ്സിലാഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിലുണ്ട് എന്ന രീതിയിൽ ഇന്ന കാര്യം എൻ്റെ ജീവിതത്തിൽ ഒരു മാസം എനിക്ക് 50,000 രൂപ സാലറി ഉള്ള ഒരു ജോബ് ലഭിച്ചതിൽ, നിങ്ങൾ ആഗ്രഹിച്ചൊരു ജോബ് ഉണ്ടെങ്കിൽ ആ ജോബിൻ്റെ പേരൂടി എഴുതണം. ആ ഒരു ജോബ് ഇന്ന സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഇന്ന ഗവൺമെൻറ് ജോബെങ്കിൽ ഗവൺമെൻറ് ജോബ് അത് ലഭിച്ചതിൽ, അതിൽ എനിക്ക് ഏറ്റവും നല്ല രീതിയിൽ പോകാൻ പറ്റുന്നതിൽ ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു. അത് ബന്ധങ്ങളിലും എല്ലാത്തിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതെപ്പോഴും ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അരോചകത്വമായി കാണണ്ട. കാരണം വാട്സപ്പിൽ വന്ന് എപ്പോഴും ചോദിക്കുക എങ്ങനെ അഫർമേഷൻസ് എഴുതണ്ടേ എന്ന്. എന്താണെങ്കിലും അഫർമേഷൻസിൻ്റെയും റൈറ്റ് ഹീലിങ്ങിൻ്റെയും പണത്തിൻ്റെ ബ്ലോക്കേജ് മാറുന്നതിൻ്റെയും പണത്തിൻ്റെ ഹോപ്പനൊപ്പനോടെയൊക്കെ വീഡിയോസുകൾ ഞാൻ റെഡി ആക്കിക്കൊണ്ടിരിക്കേണ്ട. നമുക്കൊരു ചാനലുണ്ടായിരുന്നത് അത് എന്തോ മിസ്റ്റേക്ക് വന്നു പോയി കേട്ടോ. ഒരാളെ ഞാനത് ഏൽപ്പിച്ചതാണ്, ആളത് കളഞ്ഞു കുളിച്ചതാണ് നമുക്കുള്ളൊരു ചാനൽ തുടങ്ങിയിരുന്നത്. അത് പോട്ടെ, കുഴപ്പമില്ല. അത് നമുക്ക് വിധിച്ചതല്ലായിരിക്കും, അതുകൊണ്ടാണ്. നമുക്ക് വിധിക്കാത്തതൊക്കെ നമ്മളിൽ നിന്ന് പോകും. അത് യൂട്യൂബിൽ തന്നെയുള്ളൊരു വ്യക്തിയെ ഞാനത് കണക്ട് ചെയ്യിപ്പിച്ചിട്ട് അതെനിക്ക് കളഞ്ഞു തന്നു, പിന്നെ ഇട്ട് മിണ്ടുന്നേ ഇല്ല. അപ്പോൾ അത് പൊക്കോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. പുതിയതൊരെണ്ണം ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. യെസ്റ്റർഡേ നൈറ്റ് തോട്ട്സ് ഇട്ടുകൊണ്ടിരുന്ന ഒരു ചാനലായിരുന്നു കേട്ടോ. ചെറുതായിട്ട് അതൊന്ന് ഇതായിട്ട് വന്നതായിരുന്നു, അപ്പോൾ അത് കളഞ്ഞു. അപ്പോൾ ഇനി പുതിയതൊരെണ്ണം തുടങ്ങാനും എനിക്ക് മനസ്സുകൊണ്ട് അങ്ങ് സാധിച്ചില്ല. അപ്പോൾ അതിനകത്തേക്കൊക്കെ അതിലിടാനായിട്ട് ഞാൻ ഇതിൻ്റെ എല്ലാം വീഡിയോസ് കിട്ടിയ സമയത്ത് റെഡിയാക്കി വെച്ചിരുന്നതാണ്. പക്ഷേ എനിക്കത് പുതിയൊരെണ്ണം തുടങ്ങാനുള്ള ആ ഒരു മൈൻഡ് വന്നില്ല. ഒരെണ്ണം പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു സങ്കടം തോന്നി എനിക്ക്. സങ്കടപ്പെടേണ്ട ആവശ്യമില്ല, കാരണം നമുക്കുള്ളത് നമ്മളിൽ നിൽക്കും. അല്ലാത്തത് എത്ര വലിയ സംഭവമാണെങ്കിലും നമ്മളൊക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അത് സ്വാഭാവികമാണ്. എന്നാലും ആ ഒരു സമയത്ത് ഇച്ചിരി വിഷമം എനിക്ക് തോന്നി. അങ്ങനെ ഞാനത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ആ വീഡിയോസുകളൊക്കെ ഇരിപ്പുണ്ട് കയ്യിൽ. എല്ലാം 1 by 1 ആയിട്ട് നമുക്ക് ഇടണം എന്നുണ്ട്. യെസ്റ്റർഡേ നൈറ്റ് തോട്ട്സിൻ്റെയും കൂടി കണക്റ്റ് ചെയ്ത് തന്നെ വീണ്ടും തുടങ്ങണം എന്നുണ്ട്. സമയവും കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആയി വരട്ടെ കേട്ടോ. അതുപോലെ പേഴ്സണൽ റീഡിങ്സ് വേണമെന്നൊക്കെ ഉള്ളവർ വേണമെങ്കിൽ മാത്രം പോയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും എടുക്കുക. കാരണം ഇതിനകത്ത് ഒരുപാട് ആളുകൾ ഇതൊരു ടൈം പാസ് പോലെയും അതുപോലെ തന്നെ ഇതൊരു ചെറിയൊരു ലൈഫിലൊരു വരുമാനം പോലെയൊക്കെ കണക്ട് ചെയ്ത് ആരെയും കുറ്റം പറയുന്നതല്ല, അങ്ങനെ പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെന്ന് പെടുന്നത് കറക്റ്റായൊരു ഇടത്തായിരിക്കട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പോവുക. പേഴ്സണൽ റീഡിങ്സിന് പേയ്മെൻറ്റ് കൊടുക്കേണ്ടതുമാണ്. അപ്പം അത്ര അത്യാവശ്യമാണ്, അറിയണം, ക്ലാരിറ്റി വരുത്തണം, ഒരു നല്ല ഗൈഡൻസ് വേണം, മുന്നോട്ടേക്ക് ഒരു ആക്ഷൻ എടുക്കണം, ഒരു ഉറച്ച തീരുമാനം വേണമെന്നുണ്ടെങ്കിൽ മാത്രം പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ, പോസിറ്റീവായിട്ട് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.
അപ്പോൾ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കേട്ടോ. ഇമോഷണൽ അബണ്ടൻസ്, അതുപോലെ കുറച്ച് ഇൻറ്റ്യൂഷൻ എനർജി, കുറച്ച് തിരിച്ചറിവിൻ്റെ ഒരു പാതയിലേക്ക് നിങ്ങൾ മാറേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് എനിക്ക് പറയാൻ പറ്റുന്നൊരു എനർജി എന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങൾ നല്ല ഒരു സ്നേഹം, കരുണ, അതുപോലെ മറ്റുള്ളവരെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്ത് എടുക്കാനുള്ള ഒരു കഴിവ്, നിങ്ങളിലേക്ക് ആരും പെട്ടെന്ന് തന്നെ കണക്റ്റഡ് ആകും. ഒരു എന്താ പറയുക, ഒരു ഏഞ്ചൽസ് ബ്ലെസ്സിങ്സ് ഉള്ള വ്യക്തികളാണ് നിങ്ങൾ. ഒരു പക്ഷേ നിങ്ങളുടെ ഒരു ഫിസിക്കൽ ബ്യൂട്ടിയിലാവാം, നിങ്ങളുടെ ഒരു പുഞ്ചിരിയിലാവാം, അല്ലെ നിങ്ങളുടെ കണ്ണുകൾക്കൊരു പ്രത്യേകത ഉള്ളതാവാം. നിങ്ങളിലൊരു പ്രത്യേകമായും ഒരു ഇമോഷണൽ അട്രാക്ഷൻ ഉള്ള പേഴ്സണിൻ്റെ ഒക്കെ എനർജിയാണ് നമുക്ക് ഫസ്റ്റ് തന്നെ കാണാൻ സാധിക്കുന്നത്. അവിടെ നിങ്ങൾ ശുദ്ധം, അതായത് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നവരാണ്. ഏറ്റവും ചൂഷണത്തിന് വിധേയമാണ്. അതായത് സത്യസന്ധത കൂടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ചൂഷണം ചെയ്യപ്പെടും. ആത്മാർത്ഥത കൂടിക്കഴിഞ്ഞാൽ ചൂഷണം ചെയ്യപ്പെടും എന്നുള്ളൊരു എനർജിയാണ് ഈ ഒരു സിറ്റുവേഷൻസിൽ നമുക്ക് കണക്റ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ആ ഒരു കരുണ, സഹാനുഭൂതി, മറ്റുള്ളവരോട് തോന്നുന്ന ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, അതായത് നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു, നിങ്ങളുടെ ഹൃദയം മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. പക്ഷെ തിരിച്ച് നിങ്ങൾക്കത് ലഭിക്കാത്ത ഒരു ഫീലിങ്സ്, നിരാശപ്പെടേണ്ടി വരുന്ന, പിന്മാറേണ്ടി വരുന്ന, അല്ലെങ്കിൽ അവസാനം ദുഃഖം ഫീൽ ചെയ്യുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നു. ഒരു പക്ഷേ നിങ്ങളുടെ ആവശ്യത്തിന് വെച്ചിരിക്കുന്ന പോലും നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്ത് നിങ്ങളുടെ കാര്യം മാറ്റി വയ്ക്കുന്ന ഒരു ക്യാരക്ടറുള്ള പേഴ്സൺ ആണ് എങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്കൊരു ഇമോഷണൽ ബാലൻസ് വേണം. കുറച്ചൊക്കെ നിങ്ങൾ എന്താ പറയുക, ഡിപ്ലോമാറ്റിക്കായിട്ട് ചിന്തിക്കാൻ, കാര്യങ്ങളെ കുറച്ചൊരു വ്യക്തതയോട് കൂടി കാണാനും ചിന്തിക്കാനും തയ്യാറാകണം എന്നുള്ളൊരു എനർജിയാണ് നിങ്ങളുടെ ആ ഒരു കറൻറ്റ് എനർജിയിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. പക്ഷേ നിങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്നവർക്കെല്ലാം വളരെ പോസിറ്റീവായ കാര്യങ്ങൾ വന്നു ചേരും കേട്ടോ. നിങ്ങളുമായിട്ട് അതായത് നിങ്ങളുടെ എനർജി മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളോടൊപ്പം സഹകരിക്കുന്നവർ, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നിന്നാലോ, സാമ്പത്തികം കൈകാര്യം ചെയ്താലോ, മറ്റെന്തു കാര്യത്തിലാണെങ്കിലും നിങ്ങളോടൊപ്പം നിൽക്കുന്നവർക്ക് നിങ്ങളെക്കാൾ ബെറ്ററായ ഒരു സിറ്റുവേഷൻസാണ് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങളുടെ എനർജി നിങ്ങളോടൊപ്പം നിൽക്കുന്നവരെ വളരെയധികം സപ്പോർട്ട് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ചേർത്ത് നിർത്തപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഫാമിലിപരമാകുന്ന ചില ഹാപ്പി മൊമെൻറ്റ്സുകൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഇന്നൊരു അബണ്ടൻസ്, ഹാപ്പി മൊമെൻറ്റ്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ പ്രസൻസ്, നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടി വരുന്ന ഒരു സാഹചര്യം, അതുപോലെ നിങ്ങൾ ഇമോഷണലി മനസ്സിലാക്കുകയും നിങ്ങളെ ഇമോഷണലി ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസും കാണുന്നുണ്ട്. ഇതിനകത്ത് നെഗറ്റീവ് തോട്ട്സുകൾ, അല്ലെങ്കിൽ മറ്റുള്ളവർ മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു ഫീലിങ്സ്, അതുപോലെ ഓവർ തിങ്കിങ് ഒക്കെ ഉള്ള വ്യക്തികളിലേക്ക് നമുക്ക് പറയാൻ പറ്റുന്നത് നിങ്ങളതെല്ലാം ഒന്ന് മാറ്റി വയ്ക്കുക കേട്ടോ. അതായത് തെറ്റിദ്ധാരണ, മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെ അവിശ്വസനീയതയോടുകൂടി വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും നിങ്ങൾ ഇങ്ങനെ മിസ്യൂസ് ചെയ്യപ്പെടുന്നു, ഒരു പക്ഷേ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം നിങ്ങളെപ്പോഴും ചതിക്കപ്പെടുന്നു, മറ്റുള്ളവർ മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു ഫീലിങ്സ് ഇങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ കണക്റ്റ് ചെയ്ത് വരുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഒരു പക്ഷേ സംസാരിച്ച് തീർക്കേണ്ട ഇടങ്ങളാണെങ്കിൽ ഒന്ന് ക്ലാരിറ്റിയോടുകൂടി, അതായത് പിന്നീട് അതൊരു പ്രശ്നമാവില്ല എന്ന് ഉറപ്പുള്ളിടത്ത് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. തുറന്ന് സംസാരിക്കണം എന്നുള്ളവരോടൊന്ന് തുറന്ന് സംസാരിക്കുക. അതല്ല എങ്കിൽ നിങ്ങൾ ആ ഒരു ബൗണ്ടറി വിട്ട് പുറത്തു വരിക കേട്ടോ. നെഗറ്റീവാകുന്ന ആ ഒരു എനർജിയിൽ നിന്ന്, അതായത് എല്ലാവരാലും എപ്പോഴും ഉപേക്ഷിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ചീറ്റിംഗ് ചെയ്യപ്പെടുന്നു, ഇരയാക്കപ്പെടുന്നു എന്നുള്ളൊരു ഫീലിങ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടെ നിന്നും നിങ്ങളൊന്ന് പുറത്തേക്ക് കടക്കേണ്ട സമയമായി, അത് മനസ്സിലാക്കേണ്ട സമയമായി. സ്വയം ഒരു ബന്ധനം ക്രിയേറ്റ് ചെയ്യേണ്ട. നിങ്ങൾ ചിന്തിക്കുന്നത് പോലല്ല നിങ്ങളോടൊപ്പമുള്ളവർ ചിന്തിക്കുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മളെ സ്നേഹിക്കുന്നവരെ ഒന്ന് തിരിച്ചറിയുക കേട്ടോ. ഒരു പക്ഷേ നമ്മളിവിടെ പറയുന്നത് പോലെ നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ തിരിച്ചറിയാതെ പോകുമ്പോഴാണ്
നമ്മൾ ചതിക്കുഴികളിലും തെറ്റായ ബന്ധങ്ങളിലും ചെന്ന് ചാടുന്നത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിരിക്കും ഒരു അബണ്ടൻസ് ആണ്, ഇമോഷണൽ അബണ്ടൻസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നത്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നതും കാര്യങ്ങളെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും ലൈഫിലുള്ള മറ്റു ബന്ധങ്ങളെയൊക്കെ ഒന്ന് ക്ലാരിറ്റിയോട് കൂടി കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് കാണുന്നത്. ചിലരെ സംബന്ധിച്ച് ഇന്നൊരു ചെറിയ എഫോർട്ട് എടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കേട്ടോ. സാമ്പത്തികപരമാകുന്ന കാര്യങ്ങളിലാണെങ്കിലും മറ്റ് നിങ്ങൾക്ക് ചുറ്റുമുള്ള സിറ്റുവേഷൻസിലാണെങ്കിലും നിങ്ങളുടെ കരിയർ മേഖലയെ ബേസ് ചെയ്താണെങ്കിലും ഇന്നൊരു ചെറിയൊരു എഫോർട്ട് എനർജി നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഒരു പക്ഷേ ഇന്ന് നിങ്ങൾക്ക് ഫ്രീ ആകാവുന്ന സമയമാണെങ്കിൽ പോലും നിങ്ങൾ ഇന്ന് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്ന, ഇന്നൊന്ന് റിലാക്സ് ആവണമെന്ന് ആഗ്രഹിച്ചാൽ പോലും അവിടെ ഒരു ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ പറയാൻ പറ്റുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഇന്നൊരു ചില ബന്ധങ്ങളിലൊക്കെ ഒരു എന്താ പറയുക, ഒരു മാറ്റം വരുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങളിൽ നിന്ന് മാറി നിന്ന ടോക്സിക് ആയിട്ടൊക്കെ ഫീൽ ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊരു നിരാശയും ദുഃഖമൊക്കെ നിങ്ങളെ ബ്ലോക്കൊക്കെ ചെയ്ത് വെച്ചിരുന്ന ചില ബന്ധങ്ങളിൽ നിങ്ങൾക്ക് വളരെ ശക്തമാകുന്നൊരു ചേഞ്ചിങ് വരുന്നുണ്ട്. ഒരു റീയൂണിയൻ പ്രസൻസ് വരുന്നുണ്ട് കേട്ടോ. അതൊരു പക്ഷേ സൗഹൃദ ബന്ധങ്ങളാവാം, സഹോദര ബന്ധങ്ങളാവാം, നമ്മളുടെ ഫാമിലിയിൽപ്പെട്ട ആരുടെയെങ്കിലുമൊക്കെ ഒരു പ്രസൻസ് ആവാം. ഒരു റീയൂണിയൻ പ്രസൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്നത്തെ ദിവസം കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ. ഒരു സന്തോഷകരമാകുന്ന ഒരു എനർജിയാണ് വന്നു ചേരാൻ പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് വന്നിരിക്കുന്നത് 9 ഓഫ് വൺസിൻ്റെ എനർജിയാണ്. ഇന്നത്തെ ദിവസം ചെറിയൊരു ബൗണ്ടറി തീർത്ത് നിൽക്കേണ്ട സാഹചര്യം കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിൽ നിങ്ങൾ നല്ലൊരു ബൗണ്ടറി തീർത്ത് നിൽക്കുക. നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് ഇടപെടാത്ത വിധം നിങ്ങൾക്ക് എന്താണോ ഇന്നത്തെ ദിവസം അനുകൂലമായത്, അനുയോജ്യമായത്, അങ്ങനെയുള്ള കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ്ഡ് ആവുക. ഒരു ചെറിയ ബൗണ്ടറി തീർക്കണം കേട്ടോ. നമ്മളിവിടെ ഒരു ടാസ്ക് എനർജി, കുറച്ച് റിസ്ക് എടുക്കേണ്ടതാണ്, കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ബന്ധങ്ങളിലാണെങ്കിലും സാമ്പത്തികപരമാകുന്ന കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് കണക്റ്റഡ് ആകുന്ന ദിവസമാണ്. അതായത് കുറച്ച് റിസ്ക് എടുക്കേണ്ടതായ സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് പുതിയ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ക്രിയേറ്റിവിറ്റിയെക്കുറിച്ച് തുടങ്ങി വെക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് നിങ്ങളിൽ ഒതുക്കി നിർത്തുക കേട്ടോ. ഒരു ബൗണ്ടറി തീർത്ത് നിർത്തുക എന്നതും ചില കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണം. അതായത് നമുക്ക് വേണ്ടാത്ത അല്ലെങ്കിൽ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാത്ത, നമ്മളെ എപ്പോഴും എന്താ പറയുക അവഗണിക്കുന്ന, മാറ്റി നിർത്തുന്ന ഇടങ്ങളിലേക്കൊന്നും ഇന്നത്തെ ദിവസം കയറി ചെല്ലാതെ, അത് നിങ്ങളെ ക്ഷണിച്ചാൽ പോലും നിങ്ങൾ ഒരിക്കലാണെങ്കിലും നിങ്ങളെ അപമാനിക്കുകയോ മാറ്റി നിർത്തുകയോ ചെയ്ത ഒരിടത്തേക്ക് തിരിച്ച് കയറി പോകേണ്ട ആവശ്യമില്ല എന്നൊരു എനർജിയാണ് കാണുന്നത്. ചില ബന്ധങ്ങളിൽ നിന്നും ചില സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് പരിപൂർണമായിട്ട് മൂവ് ഓൺ ചെയ്യുക എന്നുകൂടി നമുക്ക് കാണുന്നുണ്ട്. അത് നിങ്ങളെ ഇമോഷണലി വേദനിപ്പിച്ചിട്ടുള്ള ഇടമാവാം. അതുപോലെ നിങ്ങൾ ഒരുപാട് റിസ്ക് എടുത്തിട്ടും നിങ്ങൾക്ക് വാല്യൂ ലഭിക്കാതെ, നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാത്ത ചില സാഹചര്യങ്ങളോ വ്യക്തി ബന്ധങ്ങളോ ഒക്കെ ആവാം കേട്ടോ. അപ്പോൾ ചിലതെല്ലാം ഇന്നത്തെ ദിവസം നിങ്ങൾ ഉപേക്ഷിക്കാനും, ചില ഇടങ്ങളിലൊക്കെ ഒരു ഹൈഡിങ് എനർജിയിൽ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനിനെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യാൻ നിൽക്കാനിട വരാത്ത വിധവും ചില ഇടങ്ങളിൽ ചെറിയ രീതിയിലൊരു ബൗണ്ടറി തീർത്ത് ഒന്ന് മാറി നിൽക്കുകയും ചെയ്യേണ്ടതായിട്ട് കാണുന്നുണ്ട്. പുതിയ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ആക്ഷൻ എടുക്കണം, നിങ്ങളുടെ പുതിയ ഒരു തുടക്കത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരും ഒരു ചെറിയ ബൗണ്ടറി വേണം. അതല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്കൊരു ബർഡൻ ചുമക്കേണ്ടി വരും കേട്ടോ ലൈഫിൽ. അപ്പം ചിലതൊക്കെ അവസാനിപ്പിക്കുകയും ചിലതൊക്കെ ആരംഭിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു സമയമായിട്ടും കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ 7 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഓപ്പർച്യൂണിറ്റികൾ, നിങ്ങൾക്ക് മുമ്പിൽ പല കാര്യങ്ങളും ഇന്ന് വന്ന് നിൽക്കാൻ സാധ്യതയുണ്ട്. ഓപ്പർച്യൂണിറ്റീസുകൾ ലഭിക്കാനുള്ള എനർജി കാണുന്നുണ്ട്. അവിടെയും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ, വളരെയധികം സെൽഫ് ഡിസിപ്ലിനോടുകൂടി തന്നെ നിങ്ങൾ നിൽക്കണം കേട്ടോ. അതായത് പ്രലോഭനങ്ങളൊക്കെ ഇന്നത്തെ ദിവസം പലരുടെ ലൈഫിൽ വരാൻ സാധ്യതയുണ്ട്. അത് ഫിനാൻഷ്യലി ആയിട്ടാവാം, വല്ല ബന്ധങ്ങളിലെയും വെച്ച് മറ്റ് റിലേഷൻഷിപ്പുകളെ കണക്റ്റ് ചെയ്താവാം, മറ്റെന്തെങ്കിലും
ആഗ്രഹങ്ങൾ, നമുക്കൊരു വീടോ സ്ഥലമോ ഒക്കെ വാങ്ങണമെന്നൊക്കെ ആഗ്രഹിക്കുമ്പം അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ പെടുത്തിക്കളയാവുന്നൊരു സിറ്റുവേഷൻസ്, ഒരു കൊടുക്കൽ വാങ്ങലിലാണെങ്കിൽ പോലും ഇന്നത്തെ ദിവസം പ്രലോഭനങ്ങളിലൊന്നും വീഴാതിരിക്കാൻ ശ്രമിക്കുക. പെട്ടെന്ന് എടുത്ത് ചാടി കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അതൊരു വലിയ വീഴ്ചയ്ക്കൊക്കെ കാരണമാകും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ശ്രദ്ധിച്ച് മാത്രം ഇന്നത്തെ ദിവസം സാമ്പത്തികപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അതുപോലെ ഒരുപാട് റിസ്ക് എടുക്കേണ്ട കാര്യങ്ങൾ വന്നാൽ നിങ്ങൾ മറ്റുള്ളവരെ ചേർത്തുകൊണ്ട് റിസ്ക് എടുക്കാതിരിക്കുക. നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ആഗ്രഹങ്ങൾ, നമ്മുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹിച്ച ചില കാര്യങ്ങളൊക്കെ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വരാൻ സാധ്യതയുണ്ട്. ഓപ്പർച്യൂണിറ്റീസ് പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ രീതിയിൽ പ്രലോഭിപ്പിക്കുന്ന രീതിയിൽ വരാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ ഒരു ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ ഒരു വലിയ വീഴ്ച അല്ലെങ്കിൽ ഒരു ട്രാജഡിയിലേക്ക് പിന്നീട് അത് ദുഃഖിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസുകൾക്ക് കാരണമാകുന്നുണ്ട് കേട്ടോ. ഏസ് ഓഫ് വൺസിൻ്റെ എനർജി ഉണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്കൊരു സോൾ കണക്ഷൻസിൻ്റെ പ്രസൻസ് വരാൻ സാധ്യതയുണ്ട്. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാനും നിങ്ങളെ മനസ്സിലാക്കുന്നതുമായ തരത്തിൽ ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അവിടെ നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണണം കേട്ടോ. ഇമോഷണലി അല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇന്നത്തെ ദിവസം ഒരു പുതിയ തുടക്കം ഉണ്ടാക്കേണ്ടത് നിങ്ങൾ തലച്ചോറ് വെച്ച് ആലോചിക്കുക കേട്ടോ. അതായത് ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അവിടെ നിങ്ങൾ ഇമോഷൻസിന് വാല്യൂ കൊടുക്കാതിരിക്കുക. അതായത് വളരെ അധികം വിവേകത്തോടു കൂടി കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുക എന്നാണ് കാണുന്നത്. നൈറ്റ് ഓഫ് വൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുടെ ചില സ്വപ്നങ്ങളൊക്കെ ഇന്ന് നിങ്ങൾക്ക് സാക്ഷാത്കരിക്കപ്പെടാൻ സാധിക്കുന്നുണ്ട്. പഴയ ചില കാര്യങ്ങളൊക്കെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ചില ആഗ്രഹ സാഫല്യങ്ങൾ, ഇമോഷണലി നിങ്ങൾക്കിന്ന് ചില കാര്യങ്ങളൊക്കെ ലൈഫിൽ സന്തോഷകരമാകുന്ന ചില നിമിഷങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇന്നൊരു വാല്യൂ ലഭിക്കുന്നു. ഇത്രയും കാലവും നിങ്ങൾ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻസുകളും കുറച്ച് ആളുകളുടെ എനർജിയിൽ കാണുന്നുണ്ട്. അതായത് അംഗീകരിക്കാതിരുന്ന ചില ഇടങ്ങളിൽ നിങ്ങളെ അംഗീകരിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ മറ്റൊരിടത്തേക്ക് പൊയ്ക്കൊണ്ടിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാതെ നിങ്ങൾക്ക് അത് അതൊരു വെയിറ്റിംഗ് എനർജിയിൽ കാത്തിരിക്കേണ്ടി വന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ദ എംപറർ എനർജി വരുന്നുണ്ട്. ഇന്ന് വളരെയധികം മെച്യൂരിറ്റിയോട് കൂടി ഒരു ഗാർഡിയൻ എനർജിയിൽ നിൽക്കണം കേട്ടോ നിങ്ങൾ. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഉറക്കം കെടുത്തിയ, നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനുകളെല്ലാം ബ്ലോക്കായിട്ട് നിന്ന ചില സിറ്റുവേഷൻസുകൾ, ആ ഒരു സമയം നിങ്ങൾക്ക് മാറുകയാണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് വളരെയധികം ഒരു മെച്യൂരിറ്റിയോട് കൂടി വളരെയധികം സ്ട്രോങ് ആയിട്ട് ഒരു പ്രൗഡായ ഒരു മൈൻഡ് സെറ്റോട് കൂടി ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോകണം. ഇന്നലെ വരെ നിങ്ങളുടെ ഉറക്കം കെടുത്തിയ, ഇനി എന്ത് ചെയ്യുമെന്നുള്ള ഒരു കൺഫ്യൂസ്ഡ് എനർജിയിൽ, ഒരു ആൻസൈറ്റി, ഡിപ്രഷനിലൂടെയൊക്കെ കടന്നുപോയ വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു പുതിയ ഒരു പുലരി തന്നെയാണ് കേട്ടോ. ഒരു ശുഭപ്രതീക്ഷയ്ക്കുള്ള സമയം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ മെച്യൂരിറ്റിയോടുകൂടി നിങ്ങൾ കാര്യങ്ങളെ കാണുക. അതിനനുസരിച്ച് നിങ്ങളുടെ പക്വതയാണ്, നിങ്ങളുടെ ദീർഘവീക്ഷണമാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സക്സസ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ട കാര്യത്തിൽ, നിങ്ങൾക്ക് കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയ കാര്യത്തിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഫോക്കസ് ചെയ്യുക കേട്ടോ. പേജ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ചിലരെ സംബന്ധിച്ച് കാത്തിരുന്ന, നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന, എപ്പോഴും തടസ്സങ്ങളൊക്കെ ലൈഫിൽ ഉണ്ടായിരുന്ന വ്യക്തികൾ, വിവാഹത്തെ കണക്ട് ചെയ്താണ് കേട്ടോ കാണുന്നത്. വിവാഹ തടസ്സം എപ്പോഴും നേരിട്ടുകൊണ്ടിരുന്ന വ്യക്തികളാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സെലിബ്രേഷനുള്ള യോഗം വരുന്നു. അതായത് തടസ്സങ്ങളെല്ലാം മറികടക്കാൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത്. ദ ലവേഴ്സ് എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ സോൾ കണക്ഷൻസിനെ നിങ്ങൾക്ക് കണ്ടുമുട്ടാൻ പറ്റുന്നു. അതായത് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയുമായിട്ട് തന്നെ, നിങ്ങൾ ആരെയാണോ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നത്, ആരോടൊത്താണോ ഒന്നിച്ചൊരു ലൈഫ് ലോങ് കമ്മിറ്റഡ് ആയിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചത്, അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു. അതായത് ഒരു അബണ്ടൻസ്, നിങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം. അതായത് നിങ്ങൾ സംശയത്തോടു കൂടി ഇത് നടക്കുമോ ഇല്ല, അല്ലെങ്കിൽ ഇത്
എനിക്ക് അർഹതപ്പെട്ടതാണോ എന്നൊക്കെ ചിന്തിച്ചിരുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം തന്നെ വന്നു ചേരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ തടസ്സങ്ങൾ മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സിറ്റുവേഷൻസിൽ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് മറികടക്കാൻ പറ്റാത്ത എന്തെങ്കിലും തടസ്സങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിന് നിങ്ങൾക്ക് നല്ല ഒരു തീരുമാനമെടുക്കാൻ, അല്ലെങ്കിൽ നല്ല ഒരു ഉറച്ച ഒരു വിശ്വാസത്തോടു കൂടി ആക്ഷൻ എടുക്കാൻ പറ്റുന്നു എന്നൊരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. അതായത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും സമയം ചേഞ്ച് ആകുന്നു. ഇന്നലെ വരെ എന്തായിരുന്നോ അതിൽ നിന്ന് നിങ്ങൾക്കിനി പുതിയൊരവസ്ഥയിലേക്ക് മാറാൻ സാധിക്കുന്നു. പുതിയൊരു തുടക്കം ലൈഫിലേക്ക് വരുന്നുണ്ട്. എന്താണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അതായിരിക്കും നിങ്ങളിലേക്ക് വന്നു ചേരുക എന്നുകൂടി മനസ്സിലാക്കുക. ബി അസേർട്ടീവ് എന്നാണ് ഏഞ്ചൽസ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്ത് കാര്യത്തിനാണെങ്കിലും, നിങ്ങൾ എവിടെയാണെങ്കിലും, ഫൈറ്റിംഗ് ചെയ്യുന്ന ഏത് സിറ്റുവേഷൻസിലാണെങ്കിലും നിങ്ങളവിടെ ഉറച്ചു നിൽക്കുക. അതായത് കുറച്ച് കഴിഞ്ഞ് ഇട്ടേച്ച് പോകാതെ നിങ്ങളത് പൂർണ്ണതയിൽ എത്തുമെന്നുള്ള വിശ്വാസം കൂടി ഉറച്ചു നിൽക്കാനാണ് പറയുന്നത്. ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ കറക്റ്റായ ഡയറക്ഷനിലൂടെയാണ് ഇപ്പം കടന്നു പോകുന്നത്. നിങ്ങൾ കറക്റ്റായ ഡയറക്ഷൻ തന്നെ നിങ്ങൾ കണക്റ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ലോസ് ഫീലിങ്സ് ചെയ്യാം, മടുപ്പ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളെ തളർത്തി കളയുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ നിങ്ങൾ അപ്പോഴും എന്തായിരിക്കണം, കറക്റ്റായ ഡയറക്ഷനിലൂടെ തന്നെ പോയിക്കോളുക. നിങ്ങളൊരു തെറ്റു പറ്റാത്ത വിധത്തിൽ, നിങ്ങളിൽ നിന്നൊരു മിസ്റ്റേക്ക് ഇല്ലാത്ത വിധം നിങ്ങൾ കറക്റ്റായിട്ട് മുന്നോട്ടേക്ക് പോകുക എന്നാണ് നമുക്ക് ഏഞ്ചൽസ് ഇവിടെ കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മറ്റുള്ളവരോട്, ആരോടെങ്കിലും നിങ്ങൾക്കൊരു സഹായമോ സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഗൈഡൻസോ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾക്ക് വേണ്ട വ്യക്തിയെ ഡിവൈൻ തന്നെ കൊണ്ടുവന്ന് നൽകും കേട്ടോ. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ്, നല്ലൊരു അഡ്വൈസറെ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി വേണം, ജീവിതത്തിലൊരു മുന്നോട്ടേക്ക് പോകാൻ പറ്റണമെന്ന് ആഗ്രഹിച്ചിട്ട് അവിടെ ഒരു ബ്ലോക്കായിട്ട് ഒരു സ്റ്റക്നെസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യഥാർത്ഥമാണ്, നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന വളരെ വ്യക്തതയോട് കൂടി ഒരു ക്ലാരിറ്റി തരാൻ പറ്റുന്ന ഒരു അഡ്വൈസർ എനർജി അല്ലെങ്കിൽ ഒരു പ്രസൻസ് വരുന്നു എന്നാണ് കാണുന്നത്. റിമൈനിങ് പോസിറ്റീവ് എന്നാണ് കേട്ടോ പറയുന്നത്. നിങ്ങൾ സത്യസന്ധമാണെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ കളങ്കമില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം ന്യായപൂർവമാണ് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നിങ്ങൾക്കുള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ തുടർന്നു കൊള്ളുക. മറ്റു സിറ്റുവേഷൻസുകളെയും നിങ്ങളെ മാറ്റി നിർത്തുന്ന, അല്ലെങ്കിൽ നിങ്ങളെ എപ്പോഴും തരം താഴ്ത്തുന്ന, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് എപ്പോഴും മോശം പറയുന്ന പല സാഹചര്യങ്ങളും നിങ്ങളുടെയൊക്കെ ലൈഫിലുണ്ടാകാം. പക്ഷെ അതൊന്നും നിങ്ങൾ ചെവി കൊടുക്കണ്ട. നിങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് പോസിറ്റീവായി തുടർന്നുകൊള്ളുക കേട്ടോ.